വയനാട്ടിൽ ദുരന്തത്തിനിരയായ മനുഷ്യരുടെ മൃതദേഹത്തിൻ്റെ സംസ്കാരം ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ആംബുലൻസുകൾ പുത്തുമലയിൽ തയ്യാറാക്കിയിരിക്കുന്ന പൊതു ശ്മശാനത്തിലേക്ക് വീണ്ടും എത്തുകയാണ്. നമുക്ക് 2 ആംബുലൻസുകളാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ഇത്തരത്തിൽ മൃതദേഹങ്ങളുടെ സംസ്കാരം ആ പ്രദേശത്ത് നടക്കുകയാണ്. വീണ്ടും 2 ആംബുലൻസുകളാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യ ദിവസം 8 മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. അതിന് പിന്നാലെ 22 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളും 2 പേരുടെ മൃതദേഹങ്ങളും സംസ്കരിക്കുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും പുത്തുമലയിൽ തയ്യാറാക്കിയിരിക്കുന്ന ശ്മശാനത്തിലേക്ക് കൂടുതൽ ആളുകളുടെ മൃതദേഹങ്ങൾ സംസ്കാരത്തിനായി എത്തുകയാണ്. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ശരീരഭാഗങ്ങളാണ് ഇന്നും പുത്തുമലയിൽ സംസ്കരിക്കുന്നത്. ദിവിഷ് മണി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ദിവിഷ്, ഇന്ന് എത്ര മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് നടക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അത് ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ കാണുന്നതാണ്. കൃത്യമായി തീരുമാനിച്ചിരിക്കുന്നത് 4 മണിയാണ്. ഇത് ഇന്നത്തെ 4ാമത്തെ ദിവസമാണ്. ആദ്യ 2 ദിവസം ഒരു മാസ് ക്രമേഷൻ എന്ന നിലയിൽ കൂടുതൽ മൃതദേഹങ്ങളും കൂടുതൽ ശരീരഭാഗങ്ങളായിരുന്നെങ്കിൽ പിന്നീട് ആദ്യത്തെ 2 ദിവസം സമാനമായിരുന്നു. ഇന്നലെ അത് എണ്ണം കുറഞ്ഞു. ഇന്നിപ്പോൾ ആദ്യം 6 മൃതദേഹങ്ങൾ എന്നാണ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ 7 ഉണ്ട് എന്നൊരു സംശയം പറഞ്ഞു. ഇപ്പോൾ 2 ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ മൃതദേഹം എന്ന് പറഞ്ഞാലും നമുക്കറിയാം ഇത്രയും ദിവസം കഴിഞ്ഞതാണ്. അങ്ങനെ ഒരു പൂർണ്ണ രൂപമൊന്നുമല്ല. പക്ഷെ മൃതദേഹ ഭാഗങ്ങൾക്കൊക്കെ സമാനമായ രീതിയിലാണ് അവിടെ കൃത്യമായി നേരത്തെ സ്ഥിതിക്കമല്ല അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ ഒരു ചടങ്ങുകൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ അങ്ങോട്ടേക്ക് സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവരെത്തിക്കഴിഞ്ഞാൽ ആ താൽക്കാലികമായി കെട്ടിയിട്ടുള്ള പന്തലിലേക്ക് മൃതദേഹങ്ങൾ കിടത്തിയ ശേഷം സർവ്വമത പ്രാർത്ഥനയാണ്. 3 മത വിഭാഗങ്ങളുടെയും പ്രധാനപ്പെട്ട ആളുകൾ സർവ്വമത പ്രാർത്ഥന ചടങ്ങ് പൂർത്തിയാക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഒരുപാട് സമയം മുമ്പേ ഇപ്പൊ കുറച്ച് വൈകിട്ടാണ്. ഇത് 4 മണിക്ക് എന്നതായിരുന്നെങ്കിൽ ഒരു മൃതദേഹം കൂടി വരാനുണ്ട് എന്നതുകൊണ്ടാണ് വൈകിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഇത്രയായല്ലോ. അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും ചടങ്ങ് പൂർത്തിയാകേണ്ടതായിരുന്നു. ഇപ്പം ഇവിടെ ഒരു കാലാവസ്ഥ ഇത്തിരി മോശമായി തുടങ്ങി. കോട ഇറങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. അപ്പോ 2 ആംബുലൻസ് ആണ് ഇതുവരെ വന്നിട്ടുള്ളത്. അടുത്ത പിന്നാലെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉടനെ തന്നെ ഈ സർവ്വമത പ്രാർത്ഥന, പിന്നെ പോലീസിന്റേതായ ഒരു ഔദ്യോഗികമായ ഒരു യാത്രയപ്പ് ചടങ്ങുണ്ട്. തുടർന്ന് പഞ്ചായത്തിന്റെയും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെയും ഒക്കെ ഭാഗത്തുനിന്നുള്ള ഒരു ഔദ്യോഗികമായ ഒരു ആദരവ്. ഇങ്ങനെ 3 തരത്തിൽ ഒരു ആദരവ് നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ദുരന്തത്തിനിരയായവരെ യാത്രയാക്കുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പന്തലിന്റെ 2 ഭാഗത്തും മുകൾ ഭാഗം ഉയർന്ന ഭാഗത്തും ഈ സംസ്കാരത്തിനുള്ള സ്ഥലമുണ്ട്. താഴെ നേരത്തെ ആദ്യ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മൃതദേഹം സംസ്കരിച്ചത് താഴെ ഭാഗത്താണ്. അപ്പൊ അതിനുവേണ്ടി കൂടുതൽ 25 സെന്റ് സ്ഥലം കൂടി ഈ എസ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ മുകൾ ഭാഗത്തുകൂടി സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വരെ ഇത്തരത്തിൽ ചെറിയ തോതിലെങ്കിലും ശരീരഭാഗങ്ങൾ കിട്ടുന്നോ അത് കിട്ടുന്ന മുറയ്ക്ക് അതിന്റെ മറ്റ് നടപടികൾ പൂർത്തിയാക്കി എല്ലാ ദിവസവും 4 മണിക്ക് ഇന്നത് ഏതെങ്കിലും കിട്ടിയാൽ നാളെ അതിന്റെ നടപടികൾക്ക് പൂർത്തിയാക്കി നാളെ 4 മണിക്ക് ഇന്ന സ്ഥലത്ത് സംസ്കരിക്കും. അത് താൽക്കാലികമായി വേലി കെട്ടി അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ മിനിഞ്ഞാന്ന് മന്ത്രി പറഞ്ഞാണ് നാളെ തന്നെ ഒരു താൽക്കാലിക വേലി നിർമ്മിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു പ്രവർത്തനം ആയിട്ടില്ല. അത് അവർ അളവെടുത്ത് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൂടി വേഗത്തിലുണ്ടാവും. കാരണം അല്ലെങ്കിൽ അതൊരു നശിക്കാനുള്ള സാഹചര്യം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആംബുലൻസിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കുകയാണ്. പി പി കിറ്റ് ധരിച്ച് സന്നദ്ധ സേവന പ്രവർത്തകരും ഒക്കെ ചേർന്നാണ് മൃതദേഹം അവിടേക്ക് എത്തിക്കുന്നത്.